Praise the Lord. Praise the Lord. Praise Lord. Praise Lord. കേൾക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ സ്നേഹത്തിൽ തരുവാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവം അവസരം ഒരുക്കിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രത്യാല് ചിക്കാഗോ മിനിസ്റ്ററുടെ ഈ ജൂം മീറ്റിങ്ങിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എളിയനെ ക്ഷണിച്ച ഈ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക പാസ്റ്റർ ജോൺ വത്സലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം അഭ്യസിക്കാനിടയായി തീർന്നു. വിവിധ ഇടങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ നമ്മിൽ പകർന്ന് ദൈവം നമ്മെ വഴി നടത്തി. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ സന്നിധാനമായിരിക്കുമ്പോൾ വാസ്തവമായി ദൈവ സാന്നിധ്യത്താൽ നമ്മെ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ആളുകളെക്കാൾ ഉപരിയായി ഈ ദിവസങ്ങളിൽ നാം നോക്കുമ്പോൾ ലോകത്തിൽ പലവിധ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി ദൈവസ്ഥനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. അനേകം പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ അറിയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നുവരെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്നും ദൈവത്തിന്റെ കൃപയിൽ നമ്മെ നിലനിർത്തുവാൻ നാം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ആയിരിക്കാനിടയായി തീരട്ടെ. ജനങ്ങളെക്കാൾ ഉപരിയായ ദൈവ സ്ഥാനത്ത് തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. ഇന്ന് പൽക്കാലം ഈ ടീമിനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. എന്നെ പരിചയപ്പെടുത്തിയ ജോൺ വത്സലോട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമുക്കെയും വിവിധങ്ങളിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന് നിലനിർത്തി. ഞാനും പാസ്റ്റർ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നത് എൻ്റെ പിതാവാണ്. അങ്ങനെ പിതാവ് പാസ്റ്ററായിരുന്നു. വിവിധയിടങ്ങളിൽ ദൈവ വേലയോടനുബന്ധിച്ച് ഞാനും പിതാവിനോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ പാർത്തിട്ടുണ്ട്, വിവിധയിടങ്ങളിൽ ആയിരുന്നിട്ടുണ്ട്. അവിടെയൊക്കെയും പഴയ കാലങ്ങളിലുള്ള അവസ്ഥകളെ, പലവിധ പ്രതിസന്ധികൾ കടന്നു വന്ന സാഹചര്യങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് ഞാൻ ജീവിതം നയിച്ചത്. എന്നാൽ എൻ്റെ പിതാവിന് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിടാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ എൻ്റെ പിതാവ് കടന്നുപോയി ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അനേക പ്രതിസന്ധികൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സുവിശേഷ വേല ജീവിതത്തിൽ ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. ഞാൻ സുവിശേഷ വേല ചെയ്യാതെ തന്നെ ജോലി ചെയ്യാനുള്ള ചിന്തയിൽ നോർത്ത് ഇന്ത്യയിലേക്ക് ജോലിക്കായിട്ട് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ ഗുജറാത്തിൽ ഞാൻ ജോലിയോടനുബന്ധിച്ചായിരുന്നു. ഗുജറാത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു മില്ലിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഞങ്ങളവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 40 കിലോമീറ്റർ ദൂരെയാണ് ആരാധന നടക്കുന്നത്, ആരാധനാലയം. അവിടേക്ക് 2 ബസ് കയറി പോയെങ്കിൽ അവിടെ ചെല്ലും. അങ്ങനെ രാത്രിയിലാണ് അവിടെ ആരാധന നടക്കുന്നത്. അങ്ങനെ അവിടെ ആരാധനയ്ക്ക് പോകുമായിരുന്നു. അവിടെ ഏത് സമയത്തും ഏതൊരു ദേവാസന്മാർ, പ്രവാചകന്മാർ വന്നാലും എൻ്റെ തലയിൽ കൈവച്ച് ചോദിക്കും, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? അങ്ങനെ ഞാൻ കേട്ട് കേട്ട് മടുത്തു. നിനക്കെന്താണ് ഇവിടെ കാര്യം? അങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ അനേക വർഷങ്ങൾ അങ്ങനെ കേട്ടു. അവിടെ താമസിക്കുമ്പോൾ, അവിടെ ജോലി ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ദിനംപ്രതി ഉണ്ടാകുകയും ഒരു സ്വസ്ഥമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് നടുവിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വെളിയനെ ആക്കണം എന്നുള്ളത്. അങ്ങനെ ദൈവം ആ പ്രദേശത്ത് നിന്ന് തന്നെ വിടുവിച്ച് ദൈവ നാമത്തിന്റെ മുഖത്തിലൂടെ നിൽപ്പാൻ തക്കണം ഉയർത്തുവാനിടയായി തീർന്നു. ഞാനങ്ങനെ ദൈവത്തിന് തീരുമാനമെടുത്തു. ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു.
അങ്ങനെ ഗുജറാത്തിൽ നിന്നും ജോലി രാജിവെച്ച് കേരളത്തിലേക്ക് കടന്നു വന്ന് ദൈവജനം അഭ്യസിക്കുവാനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകണമെന്നുള്ളത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവാസൻ കടന്നു വന്നു. ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ചോദിപ്പാനിടയായി തീർന്നു, നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്നു, ദൈവത്തിന് സമർപ്പിക്കാനിടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്നും ദൈവഹിതപ്രകാരം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ മലബാർ വിഷന്റെ വർക്കോടനുബന്ധിച്ച് പാലക്കാട്ടേക്ക് കടന്നു വരാനായി തീർന്നു. പാലക്കാട്ട് വെച്ച് ദൈവീയാലോചന ഉണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ ഇങ്ങനെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകും. അങ്ങനെ പറഞ്ഞ കറക്റ്റ് ഡേറ്റിൽ തന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് വായിപ്പാനിടയായി തീർന്നു. നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ 21 വർഷമായി ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ്. 17 വർഷക്കാലം രാജസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ ദൈവവേലയോടനുബന്ധിച്ചായിരുന്നു. രാജസ്ഥാനിൽ ഒരു സ്ഥലം ബാൻസ്വാഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ആദിവാസി ഇലാഖയാണ്, ആദിവാസി ഏരിയയാണ്. അവിടെ കഴിഞ്ഞ 7 വർഷം അവിടെ ദൈവവേലയിലായി തീർന്നു. വിവിധ ഗ്രാമങ്ങളിൽ കടന്നുപോയി ദൈവവേല ചെയ്യുവാൻ തക്കണം ദൈവങ്ങളെ ഒരുക്കി. അങ്ങനെ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ 21 വർഷം നോർത്ത് ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിലായിരിക്കാൻ തക്കണം സഹായിച്ചു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി അറിയിക്കുന്നു. നാം ചിന്തിപ്പാനിടയായി തീരേണ്ടത്, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. അത് എവിടെയാക്കണം, എവിടെയായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ ഹിതമാണ്. നാം അതിൽ നിന്ന് മറുതലിച്ചു പോകുവാനിടയായി തീർന്നാൽ അവിടെ നിന്നെല്ലാം വിടുവിച്ച് ദൈവം നമ്മെ കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ചിന്തിപ്പാനിടയായി തീരണം. വാസ്തവമായി നമ്മെ ഉയർത്തി നമ്മെ നടത്തി ഇന്നുവരെയും കൊണ്ടുവന്ന ദൈവം ഇനി നടത്തുന്ന ശക്തനായ ദൈവമാണ്. പലവിധ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ഞാൻ ചിന്തിപ്പാനിടയായി തീരണം. നമ്മെ വിളിച്ചതേ വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ വീഴ്ചകളയുന്ന ദൈവമല്ല. ഇന്ന് പൽക്കാലവും അവന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ പ്രദേശത്തായിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തമോളാണ്. മൂത്തമോള് രാജഗിരി ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോനാണ്. മോന് MSWക്ക് MSW 2ാം വർഷം അങ്കമാലിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പ്രദേശത്ത് ദൈവവേലയിലായിരിക്കുന്നു. ഹിന്ദി ചർച്ചിലാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവവേല ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും ഹിന്ദി ചർച്ചാണ്. ഞങ്ങൾ മലയാളത്തിൽ പ്രസംഗിക്കാറില്ല. മലയാളത്തിൽ നീണ്ട വർഷങ്ങളായി 21 വർഷമായി കാണും. മലയാളത്തിലെങ്ങും പ്രസംഗിക്കില്ല. പ്രസംഗിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഹിന്ദിയിലാണ് പൂർണ്ണമായിട്ട് ദൈവവേല ചെയ്യുന്നത്. എന്നാൽ ഇവിടെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നു, ഇന്നുവരെ നിലനിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വിശ്വസിക്കാൻ ഞാൻ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുക. നമുക്കൊരു വാക്യം വായിച്ച് മുമ്പോട്ട് നീക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരത്തിൽ നിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. കന്നുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. നിങ്ങളുടെ പാതയിൽ അടുത്ത് വരുന്നു. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുവാൻ ഒരവസരം കൂടെ ഞാൻ ജീവിതത്തിൽ നൽകി തന്നല്ലോ. യുവജനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഓരോരുത്തരെ സഹായിച്ചുള്ള പ്രാർത്ഥിക്കുന്നു. എന്നെ വിലപ്പെടുത്തണമേ.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം ഇവിടെ വായിപ്പാനിടയായി തീർന്നത് 1 കൊരിന്ത്യർ 10-ാം അധ്യായമാണ്. അവിടെ നമ്മളിങ്ങനെ വായിപ്പാനിടയായി തീർന്നു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മെഹത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കടന്നു. എല്ലാവരും മെഹത്തിലും സമുദ്രത്തിൽ സ്ഥാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഭവിച്ച ആത്മീയ പാറയിൽ നിന്നവരെ കുടിച്ചത് ആ പാറ ക്രിസ്തുവായി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ ആത്മ നിയന്ത്രണത്തിൽ നാം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്ന പല വ്യക്തികളും പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണെന്ന് പറയുമ്പോഴും ആത്മനിയന്ത്രണത്തിൽ അവരാകി തീരാൻ അനുവദിക്കാതെ യഥാർത്ഥമായി സ്വ ഇച്ഛയിൽ തന്നെ ജീവിച്ച് ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മെ വിളിച്ച ദൈവം, നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ദൈവഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലോകപരമായിട്ടുള്ള ചിന്തകളെല്ലാം മാറ്റി നാം യഥാർത്ഥമായി ദൈവഭക്തിയിലും ദൈവ ആശ്രയത്തിലും നിൽപ്പാൻ ഇടയായിത്തീരണം. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനമാണ് നമ്മെ ഇന്നുവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ചിന്തപ്പാനിടയായിത്തീരണം. ആകാശം മാറിപ്പോകാം, ഭൂമി മാറിപ്പോകാം, ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിളിച്ച ദൈവം മാറാത്ത ദൈവമായി, ദൈവത്തിന് വചനം മാറാത്തതാണ്, ദൈവം മാറാത്തതാണ്. മാറാത്ത ദൈവം ഇന്നും എന്നും എന്നേക്കും നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിപ്പാനായിട്ട് ഇടയായിത്തീരണം. നാം നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ നിയന്ത്രിച്ച് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ഇടയായിത്തീരണം. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സുവിശേഷത്തിന് വേണ്ടി പലയിടങ്ങളിലും പ്രതിസന്ധികൾ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ കൂടെയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളായിരിക്കുന്ന നാം, ദൈവദാസന്മാരായിരിക്കുന്ന നാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിസന്ധി കടന്നു വരട്ടെ, പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, അതിന് നടുവിൽ നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി സകലവും നിവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് നാം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അവന്റെ സന്നിധിയിൽ അവന്റെ പാദപടി ഇരിപ്പാൻ ഇടയായി തീർന്നാൽ അവൻ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ആയിരിക്കാൻ ഇടയായി തീരട്ടെ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളെ ഉപദേശിപ്പാൻ ഒരാളില്ല, ഞങ്ങൾ കാലോന് പറഞ്ഞു തരാൻ ആളില്ല, അതുകൊണ്ടാണ് ഞങ്ങള് ദൈവവചന പ്രകാരം ജീവിക്കാൻ കഴിയാത്തത് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിയന്ത്രിപ്പാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാം ഈ ലോകപരമായി ജീവിക്കാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ വചനം എന്താണ് നമ്മോട് പറയുന്നത്, അതും പ്രകാരം ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഇന്ന് പാൽക്കാലം ദൈവത്തിന് സമർപ്പിക്കാൻ ഇടയായിത്തീരട്ടെ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് പകരപ്പെടാത്തതിരിക്കുന്നതുകൊണ്ടാണ്. ആത്മാവിൽ ജീവിതം നയിപ്പാൻ ഇടയായിത്തീരുന്ന ഒരു വ്യക്തിക്ക് വാസ്തവമായിട്ട് ദൈവം എന്താണ് നമ്മോട് പറയുന്നത്, ദൈവം എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് അത് നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം നാം നമ്മുടെ ജീവിതത്തെ ദൈവസേനയിൽ സമർപ്പിക്കുന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാസ്തവമായി ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിപ്പാൻ ഇടയായിത്തീരണം. നമ്മോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ദൈവം എന്താണ് നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തികളിലും ഓരോ ആശയങ്ങളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ ശുശ്രൂഷയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലർക്ക് വചനം സംസാരിക്കാനായിരിക്കാം, ചിലർക്ക് ദൈവവചനം വിവിധ ഇടങ്ങളിൽ കൊടുക്കുവാനായിരിക്കാം, സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം നാം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സമർപ്പിക്കാനിടയായി തീരണം. നമ്മുടെ നിയന്ത്രണം ദൈവഹിതപ്രകാരമാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു,
ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സംയമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരമായിരിക്കാനിടയായി തീരണം. ആത്മാവിന്റെ നിയന്ത്രണം നമ്മളിൽ ഉണ്ടാവാനിടയായി തീരണം. ആത്മാവിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ദൈവവുമായി ബന്ധം പുലർത്തിയായി തീരുവാൻ കഴിയുള്ളൂ. നാം വായിക്കുമ്പോൾ സങ്കീർത്തനം 91 സങ്കീർത്തനം നാം ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൻ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതന്റെ മറവിൽ വസിച്ച് സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ നമ്മള് വായിച്ച വാക്യത്തിൽ ഇങ്ങനെ വായിപ്പാനിടയായി തീർന്നു. അവർ ഇങ്ങനെയാണ് അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പിതാക്കന്മാർ മേഘത്തിന് കീഴെ കടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സമുദ്രത്തിലൂടെ കടന്നു, സമുദ്രത്തിലൂടെ സ്ഥാനമേറ്റു. അപ്പോൾ പിതാക്കന്മാർ മേഘത്തിന് കീഴെ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അറിഞ്ഞവരായിരുന്നു. അപ്പോൾ 91-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച അങ്ങനെയാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അപ്പോൾ അത്യുന്നതനായ മറവിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. നാം ഏത് സ്ഥലത്തായിരുന്നാലും എവിടെയായിരുന്നാലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുന്നവരായി തീരുവാനായിട്ടിടയായി തീരണം. നമ്മുടെ ജീവിതത്തെ ലോകപരമായ ലോക കാര്യങ്ങളിൽ വേണ്ടി തിരിക്കുവാൻ അനുവദിക്കാതെ ദൈവം വിളിച്ചെന്നുള്ള പൂർണ്ണ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവവുമായി ബന്ധം പുലർത്തുവാനിടയായി തീരും. ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ വിളിപ്പാനിടയായി തീർന്നാൽ, ദൈവവുമായി സംസാരിപ്പാനിടയായി തീർന്നാൽ, ദൈവത്തോട് ആലോചന ചോദിപ്പാനിടയായി തീർന്നാൽ അവിടെ നമുക്ക് വിജയം തരുവാൻ ദൈവശക്തനായ ദൈവമാണ്. നാം ഒരിക്കലും നിരാശപ്പെട്ടു കൊണ്ടവരല്ല. ഈ ലോകത്തിൽ കാണുന്ന പ്രതിസന്ധികളെ നോക്കി, ഈ ലോകത്തിൽ ഇതാകുന്ന ഭരണപരമായ കാര്യങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി നാം നിരാശപ്പെടേണ്ടവരല്ല. കാര്യമെന്തെന്നാൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ലോകത്തിൽ നടക്കുകയുള്ളൂ. എന്ത് നടന്നാലും അതിന്റെ നടുവിൽ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. വാസ്തവമായി നമ്മുടെ ജീവിതത്തെ അറിയുന്ന, നമ്മെ കാണുന്ന, നമുക്ക് വേണ്ടി സകലവും നിവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൽ ആശ്രമിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അവനിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവം കർത്താവേ, അങ്ങ് എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഇത് പ്രകാരം ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാനിടയായി തീർന്നാൽ വാസ്തവമായി നമ്മുടെ ജീവിതത്തെ ദൈവം പണിയുവാനിടയായി തീരും. ദൈവം നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ ചിലപ്പോൾ നമ്മെ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം, ഭരണാധികാരികൾ നമ്മെ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം, നമ്മുടെ അടുത്ത് പാർക്കുന്നവർ പോലും ചിലപ്പോൾ നമ്മെ അറിഞ്ഞില്ല എന്ന് വന്നേക്കാം, എന്നാൽ നമുക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി എന്ന് വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി സകലവും നിവൃത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നമ്മൾ വായ്പാനിടയായി തീർന്നത് പിതാക്കന്മാർ മേഘത്തിന് കീഴെ കടന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവർ രുചിച്ചറിയുന്നവരായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം എവിടെ ആയിരിക്കുന്നുവോ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവ സാന്നിധ്യം രുചിച്ചറിയുവാൻ നാം ഇടയായിത്തീരുന്നുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെതാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നേറുവാനായിട്ട് കഴിയുള്ളൂ. എവിടെയായിരുന്നാലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നാം രുചിച്ചറിയുന്നവരായി തീരുവാനായിട്ട് ഇടയായി തീരണം. നമ്മളുടെ അതിന്റെ അടുത്ത വാക്യത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിപ്പാനിടയായി തീർന്നു. അവര് സമുദ്രത്തൂടെ കടന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ കാണുന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ശത്രു പറഞ്ഞ കാര്യമാണ്, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. അപ്പോൾ ശത്രു പറയുന്ന കാര്യങ്ങൾ, ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും എന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. ആ ഒരു വചനം നമ്മുടെ ഉള്ളിൽ ചെയ്യുവാനായിട്ട് ഇടയായിട്ട്
ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. ശത്രു പറയുന്നത് ഞങ്ങൾ കൊള്ള പങ്കിടും, ഞങ്ങൾ പിന്തുടരും എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത്, പലപ്പോഴും പലരും ശത്രു പറയുന്നത് മാത്രം കേട്ട് മുൻപോട്ട് നീങ്ങിയാണ്. എന്നാൽ ശത്രു പറയുന്നതിനെ നാം കേൾക്കുവാൻ അനുവദിക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവം എന്താണ് നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം എന്താണ് നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അത് നാം ചെയ്തു മുന്നേറുവാനായിട്ട് ഇടയായിത്തീരണം. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 14-ന്റെ 13-ാം വാക്യം, അതിനെ മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അപ്പോൾ ഈ ജനത്തോട് മോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇത് വിശ്വസിപ്പാൻ എത്ര പേർക്ക് കഴിയും? മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. മോശയ്ക്ക് പറയാനുള്ള അധികാരമുണ്ട്. മോശ ദൈവവുമായി ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. മോശ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന വ്യക്തിയാണ്. മോശ പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടേണ്ട, ദൈവം ഇന്ന് നമ്മുടെ മധ്യേ പ്രവർത്തിപ്പാനിടയായി. ശത്രുവിന്മേൽ ജയം തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവപാതയുടെ നമ്മെ സമർപ്പിപ്പാനിടയായി തീരട്ടെ. നിരാശ കൊണ്ടുവരുന്ന ശത്രുവിന്റെ പോരുകളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ സേനയിൽ ഇരുന്നു കൊണ്ട് ജയം പ്രാപിപ്പാൻ നമ്മെ പൂർണ്ണമായി ഏൽപ്പിപ്പാനിടയായി തീരട്ടെ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. മോശയോട് പറഞ്ഞു, മോശയോട് ദൈവം പറയാനിടയായി തീർന്നു, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ആ മോശയോട് പറഞ്ഞ വാക്കുകളെ ജനത്തോട് ദൈവം മോശ പറയാനിടയായി തീർന്നു, ഉറച്ചു നിൽപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവാനിരിക്കുന്ന ജയത്തെ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. എന്ന് പാൽക്കാലം ദൈവാത്മാവ് നമ്മോട് പറയുന്ന കാര്യം ഇതാണ്. നാം നിരാശപ്പെട്ട് ഏതെങ്കിലും അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഉറച്ചു നിൽപ്പീൻ, ഞാൻ നിങ്ങളുടെ മധ്യേ പ്രവർത്തിപ്പാനിടയായി തരും. ശത്രുമേൽ ജയം തരുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പാൽക്കാലം ദൈവസേനയിലായിരിക്കാനിടയായി തരട്ടെ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന കർത്താവിന്റെ സേനയിൽ നമ്മെ പൂർണ്ണമായി ഏൽപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞതുപോലെ നടത്തി നമുക്ക് വിജയം തരുന്ന ഒരു ദൈവമാണ്. ആ ദൈവപാതയുടെ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലവിധமான നിരാശയിൽ പലവിധ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും ഞാൻ ചിന്തിപ്പാനിടയായി തീരണം, നമ്മെ വിളിച്ചത് ആരാണ്, നമ്മെ നിർത്തിയിരിക്കുന്ന ആരാണ്, നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവം, ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും, ഏതെല്ലാം പ്രതിസന്ധി കടന്നു വന്നാലും അവിടെയും നാം നിരാശപ്പെട്ടു പോകുകയില്ല. കാര്യമെന്നാണ്, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ ഈ ലോകത്തെ ജയിച്ച് ജയാളിയായി സ്വർഗത്തിൽ ജീവിക്കുന്നവനാണ്. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നിരാശ കൊണ്ടുവരുന്നത് ശത്രുവാണ്. ശത്രു കൊണ്ടുവരുന്ന നിരാശയെ തകർത്തുകൊണ്ട് ദൈവം തന്ന ആ വിജയത്തെ നാം പ്രാപിപ്പാൻ ഇടയായി തീരണം. ആ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവപാതയുടെ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നാം വിജയികളാണ്. വിജയം പ്രാപിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് വിജയം തരുവാൻ ആവശ്യത്തിനായ ദൈവമാണ്. അവന്റെ പാതപടി നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ വചനപ്രകാരത്തിൽ നിലനിൽപ്പാൻ നമ്മെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. റോമാലേഖനം അതിന്റെ 4-ാം 21 കാണുന്നു, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് പൂർണ്ണമായി ഉറച്ചെങ്കിൽ മാത്രമേ, ആ ഉറപ്പിന്മേൽ മാത്രമാണ് നമുക്ക് ജയം ലഭിക്കാനായിട്ട് ഇടയായി തീരുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും മറന്നുപോകുന്ന ദൈവമല്ല. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാനും ശക്തനായ ദൈവമാണ്. ഇന്ന് ദൈവജനം കേൾക്കുന്ന ദൈവ മക്കളോട് ദൈവാത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപടി കേട്ട് അതിൽ വിശ്വസിച്ച് അതിനുവേണ്ടി നാം നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നമ്മെ നിർത്തുവാൻ ശക്തനായ ദൈവമാണ്. അവന്റെ സമയമാകുമ്പോൾ അത് പൂർത്തിയാക്കാനിടയായി തീരും. മോശയോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെ ദൈവം പറയുവാനിടയായി തീർന്നു, മോശേ നീ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക,
നിങ്ങളുടെ മധ്യേ ദൈവം പ്രവർത്തിപ്പാനിടയായി തരും. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. ഹല്ലേലൂയ. വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിപ്പാനിടയായി തീരണം. നമ്മുടെ ജീവിതത്തെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. അവന്റെ പാതവിടെ നമ്മെ സമർപ്പിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഗുണം ദൈവം നമ്മെ സമർപ്പിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. നാം ഇത് പാൽക്കാലം ചിന്തിപ്പാനിടയായി തീരണം. നമ്മെ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. വിജയം തരുമെന്ന് പറഞ്ഞാൽ വിജയം തന്നിരിക്കും. പഴയ നിയമത്തിലെ ദൈവഭക്തന്മാർ ദൈവത്തിന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ യുദ്ധം ചെയ്യുവാനിടയായി തീർന്നു. ആ യുദ്ധത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവർ നടന്നതിന്റെ ഫലമായി ദൈവം അവർക്ക് വിജയം കൊടുക്കാനിടയായി തീർന്നു. അവർക്ക് വാസ്തവമായി അറിയാമായിരുന്നു, എന്റെ ദൈവമാണ് എന്നെ വിളിച്ചത്, എന്റെ ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, എന്റെ ദൈവമാണ് എനിക്ക് വിജയം തരുന്നത്. ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കർത്താവ് പറയാണ്, നമുക്കവൻ ജയം തരും. ആ വാസ്തവമായി ജയത്തിലേക്ക് നമ്മെ അവൻ നടത്തുവാനിടയായി തീർന്നു. ജയത്തിൽ കുറഞ്ഞതൊന്നും ദൈവം നമുക്ക് നൽകുന്നില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മെ ജയത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവസേനയിലാണ് നാം ആയിരിക്കുന്നതെന്ന്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിക്കാനാണ് എത്തരട്ടെ. അവൻ വ്യാജം പറയുവാൻ മനുഷ്യരല്ല. ദൈവം വ്യാജം പറയുന്ന ദൈവമല്ല. ദൈവം പറഞ്ഞാൽ അതും പ്രകാരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ആത്മീയ തലത്തിലേക്ക് ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം ഒന്ന് വായിക്കാം നമുക്ക്. 2-ാം അധ്യായം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21 വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യപാഠം ചിന്തിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരെന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തമാരുടെ നമ്മെ വിളിച്ച ആരാണ്? ക്രിസ്തുവിന് വേണ്ടി വിളിച്ചതാണ്. ക്രിസ്തു നമ്മെ ഈ ലോകത്തിൽ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം നിൽക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം നിൽക്കുമ്പോൾ പലപ്പോഴും ശത്രുവാണ് നമ്മെ തകർത്തു കളയുവാൻ നോക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിന് നടുവിൽ നമുക്ക് ജയം തരുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവീയ സാന്നിധ്യം നാം രുചിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ദൈവങ്ങളെ സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ എന്റെ 3-ാം വാക്യത്തിൽ കാണുന്നു, ആത്മീയ ആഹാരം. 3-ാം വാക്യത്തിൽ നിന്ന് മോശയോട് ചോദിച്ചു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അപ്പോൾ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ആത്മീയ മന്ന ഭക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. ദൈവ ജനത്തെ വിളിച്ചു വേർതിരിച്ച് നിർത്തിയ ദൈവം അവരുടെ ജീവിതത്തിൽ നീണ്ട വർഷങ്ങൾ മന്ന കൊണ്ട് അവരെ പോഷിപ്പിക്കാനിടയായി തീർന്നു. അവർ ചിന്തിച്ച കാര്യങ്ങൾ ഇതാണ്. അവർക്ക് ആഹാരത്തിന് വേണ്ടി പ്രത്യേകിച്ച് കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരുന്ന കാര്യമില്ലായിരുന്നു. ദൈവം അവർക്ക് സമയാസമയങ്ങളിൽ മന്നയെ പൊഴിപ്പിച്ചു കൊടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നീണ്ട 40 വർഷക്കാലം അവർ മന്ന ഭക്ഷിച്ചു. എന്നിട്ടും അവർ ദൈവസേനയിൽ പുറകുറുക്കാനിടയായി തീർന്നു. ഈ തുച്ഛമായ ആഹാരം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൊടുത്ത ആഹാരത്തെ അവർ തുച്ഛിപ്പാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിപ്പാനിടയായി തീരണം, ദൈവം കൊടുത്ത ദൈവ സ്വർഗത്തിലെ മന്ന അവർ തിന്നിട്ടും ദൈവത്തെ ദുഷിപ്പാൻ പഴിപ്പാനിടയായി തീർന്നതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപം കടന്നു വരാനിടയായി തീർന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം ചിന്തിപ്പാനിടയായി തീരണം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം ദൈവം നൽകി തന്നതാണ്. ആത്മീയ മന്ന ദൈവം തരുമ്പോൾ ആത്മീയ മന്ന ഭക്ഷിച്ച് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട് മുന്നേറുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ മന്ന ഭക്ഷിച്ച് ആത്മീയമായി മുന്നേറുവാൻ നമ്മെ ദൈവങ്ങളിൽ സമർപ്പിക്കാനായിട്ട് ഇടയായി തീരട്ടെ.
സങ്കീർത്തനം 78 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 78 സങ്കീർത്തനം നമുക്ക് എടുക്കാം. 78 സങ്കീർത്തനം അതിന്റെ 24, 25 വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ഞാൻ തന്നെ വായിക്കാം. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുമെന്ന് ആഹാരം അയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, അവൻ തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കിഴക്കാൻ അടുപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. ഹല്ലേലൂയ. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ച് സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. സ്വർഗീയ മന്ന അവർക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നു. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ ഒരു പ്രാവശ്യം ആത്മീയത പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. ആത്മീയത പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ നിലനിന്നുകൊണ്ട് ആത്മീക മന്ന ഭക്ഷിച്ചുകൊണ്ട് ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്റെ 4-ാം വാക്യത്തിൽ, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. ഹല്ലേലൂയ. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആത്മീയ അനുഗ്രഹത്തെ അത് കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകപരമായി നാം എന്തെല്ലാം ധനം നമ്മുടെ ജീവിതത്തിൽ നേടിയെന്നാലും ആത്മീയ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദൈവമാണ് നമ്മെ വിളിച്ചത്, ദൈവമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമാണ് നാം നടക്കുന്നത്. ആ ദൈവിക ആലോചന പ്രകാരം മുന്നേറുമ്പോൾ ഈ ലോകപരമായി ചിലപ്പോൾ നമുക്ക് ഒന്നുമില്ല എന്ന് വന്നേക്കാം, വീടും ധനവും വസ്തുവകളൊന്നും നമുക്കില്ല എന്ന് വന്നേക്കാം. എന്നാലും ദൈവത്തിന്റെ വചനം നാം പഠിക്കുകയും ദൈവത്തിന്റെ വചനപ്രകാരം നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നാം ആത്മീയതയിലേക്ക് നടത്തപ്പെടുന്നവരാണ്. ആത്മീയമാകുന്ന അനുഗ്രഹത്തിലേക്ക് നാം നടത്തപ്പെടുന്നവരാണ്. ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് ആത്മീയ ഭക്ഷിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം നിലനിൽപ്പാൻ നമ്മെ പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. അവസാന വാക്യത്തിൽ എങ്ങനെയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിപ്പാൻ തന്നെ. ഹല്ലേലൂയ. അവർ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുകയും അതുപ്രകാരം അവർ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇന്ന് പൽക്കാലം ദൈവാത്മാവ് നമ്മുടെ പറയുന്ന കാര്യം ഇതാണ്: ഈ ലോകപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടുവാൻ അനുവദിക്കാതെ ദൈവം എന്താണ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് എന്തിനു വേണ്ടിയാണ്, ആ ഒരു ആലോചന നാം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ ദൈവന പ്രകാരം നിലനിൽപ്പാൻ നാം തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനുള്ളതെല്ലാം ചെയ്യും. നമ്മൾക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല, നാം ഒരിക്കലും ചർച്ചപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്തെന്നാൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ അന്ത്യം വരെ നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ല, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ എന്ന് പറഞ്ഞ ആ ദൈവത്തിന് വചനപ്രകാരം വാസ്തവമായി നമ്മുടെ ജീവിതത്തെ കണ്ടുണർന്നുകൊണ്ട് അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി സൗരം നിവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവമാതോടെ നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അന്ത്യം വരെയും വിശ്വസത്തോടെ നിന്നുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ നമ്മെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം. വാസ്തവമായി അമ്മയെ അറിയുന്ന കർത്താവിന്റെ സേനയിൽ നമ്മെ സമർപ്പിക്കാം. ഇന്ന് ഒരു പ്രാവശ്യം നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണാം. നാം ദൈവം പറയുന്നത് പ്രകാരമാണോ നിൽക്കുന്നത്, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണോ നിൽക്കുന്നത്, നാം സംയമം പ്രാപിക്കുന്നവരാണോ, അതോ നാം ഈ ലോകപരമായി ജീവിക്കുന്നവരാണോ? ലോകപരമായി നാം ജീവിക്കുന്നെങ്കിൽ നാം ദൈവത്തിൻ്റെതാകുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. ആ പഴയ നിയമത്തിൽ ദൈവഭക്തന്മാരായിരിക്കുന്നവർ പറയാണ്, ഉറച്ചു നിൽപ്പി, നിങ്ങൾക്ക് വിജയം തരുവാൻ ദൈവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഇത് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ദൈവമെന്ന് പറയാണ്, നമുക്ക് വിജയം തരുവാൻ ദൈവശക്തനാണ്. നാം നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് വിജയം പ്രാപിച്ച് അന്ത്യം വരെയും ദൈവത്തിന്റെ നാമത്തിൽ നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിനില്ലായിരിക്കാം. ജീവനങ്ങളാ ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കാൻ സഹായിക്കുന്നവരാകട്ടെ. എത്രത്തോളം സമയം അനുവദിച്ചെന്ന ഈ ടീമിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട്
എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ കേട്ടു, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ആത്മീക ആഹാരവും ആത്മീക പാനീയവുമാണ് കൊടുത്തത്. സ്വർഗത്തിൽ നിന്ന് നേരിട്ടുള്ള ആഹാരവും പാനീയവും കൊടുത്തത്. എന്നാൽ നമുക്കറിയാം, അവർ അസംതൃപ്തരായിരുന്നു. അതെല്ലാം കിട്ടിയിട്ടും അവർ അസംതൃപ്തരായിട്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ദൈവത്തോട് മറുതലിച്ച് അവർ മുന്നോട്ട് പോയി. ഇന്നപ്പോൾ നമ്മൾ വായിച്ചല്ലോ, നിങ്ങളെ ദുർമോഹികളാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവം തരുന്നതിന് പോരാ എന്ന് പറയുന്നവരാണ് ദുർമോഹികൾ. നമ്മുടേതായ സ്വന്തം ആഗ്രഹങ്ങൾക്ക് അനുസരണമായിട്ട് നമ്മൾ പോവുകയാണ്. ഇസ്രായേൽ മക്കൾ അതാണ്. ദൈവം നൽകിയത് എല്ലാം അവർക്ക് സുഭിക്ഷമായിരുന്നു. എന്നാൽ അതുകൂടാതെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ആഹാരമല്ല വേണ്ടി, ഞങ്ങൾക്ക് ചിറ്റുള്ളിയും വെള്ളുള്ളിയും മത്തങ്ങായും വെള്ളരിക്കായും ഒക്കെ, അതൊക്കെ എന്ത് എന്ന് ചോദിച്ച് ദൈവം നൽകാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ് അവർ പോയതുകൊണ്ട് അവരാരും ആ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നില്ല. എല്ലാവരും അവരുടെ വഴിയിൽ തന്നെ പട്ടുപോയി, നശിച്ചുപോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്നതിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിന് ദൈവം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളതെന്ന് മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ നാം അനുഗ്രഹം പ്രാപിക്കും. നമുക്കറിയാം, ആദാമിന് ദൈവം ഏതും തോട്ടത്തിലാക്കി സുഭിക്ഷമായ എല്ലാ കാര്യങ്ങളും നൽകിയെങ്കിലും ദൈവം നൽകുന്നത് പോരാതെ മറ്റുള്ള ചിന്തകളൊക്കെ തൻ്റെ മനസ്സിൽ വന്ന് ദൈവം നൽകുന്നതിനേക്കാളും മെച്ചമായതെന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോയി താൻ നാശത്തിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവം നൽകുന്നതിനെ സ്വീകരിക്കുന്നതിനും സന്തോഷമുള്ളവരായിരിക്കുന്നതിനും നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന് അതാണല്ലോ ആദ്യം മുതൽ പറഞ്ഞത്, ദൈവം നമ്മെ കൈവിടുകയില്ല. ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മളായാലും ദൈവം നമ്മെ കൈവിടുകയില്ല. ആ വിശ്വാസമുള്ളവരായിട്ട് നമുക്കിരിക്കാം. കർത്താവിൻ്റെ ദാസന് ചെറുപ്പത്തിലെ പിതാവിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ദൈവവേലയൊന്നും വേണ്ട, അല്ലാതെ ജോലിയൊക്കെ ചെയ്ത് സുഭിക്ഷമായി ജീവിക്കാം എന്നൊക്കെയാണല്ലോ ചിന്തിച്ചത്. പ്രിയമുള്ളവർ, നമ്മളിൽ പലരും പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലും വന്നിട്ടുണ്ട്. എന്തിനാണ് ഇതിനൊക്കെ കഷ്ടപ്പാട് പോകുന്നത്? നമുക്ക് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായിട്ട് സുഭിക്ഷമായിട്ടൊക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്നാൽ ദൈവം, പൗലോസ് പറയുന്ന പോലെ, ദൈവഹിതത്തിൻ്റെ പരിജ്ഞാനത്തിൽ പലപ്പോഴും വളരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ആ തെറ്റുകളും നമ്മൾ ദൈവത്തോട് മറുതലിച്ചതുമൊക്കെ ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായിട്ട് ആഴമായിട്ടുള്ള ദൈവിക സത്യങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. തൻ്റെ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഈ ദിവസങ്ങളിൽ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ തുടർന്നും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഷിക്കാഗോ പ്രേലയിൽ വന്നതിൽ വളരെ സന്തോഷം. ഈ ഷിക്കാഗോ പ്രേലയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം